ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു ഈവനിങ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പൊ വൈകുന്നേരമായി, ആദ്യ വരാൻ സമയമായി. അപ്പൊ ഞാൻ വിചാരിച്ചു അവൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഈവനിങ് സ്നാക്സ് പോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ അത് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പം എക്സ്പയറി ഡേറ്റ് 2 ദിവസം കൂടെ കഴിഞ്ഞാൽ കഴിയും. അങ്ങനെ ഒരു സാധനം ഇവിടെ ഇരിപ്പുണ്ട്. കുറച്ച് ഞാൻ എടുത്ത് കഴിച്ച് കുറച്ച് ബ്രെഡ് ബാലൻസ് ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് കിടുക്കാച്ച ഒരു സംഭവം ഉണ്ടാക്കാം. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാ. അപ്പൊ കുറച്ച് ഹെൽത്തിയുമാണ്, എന്നാൽ അടിപൊളി ഒരു സംഭവമാണ്. നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 മുട്ട, ഒരു 5 ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 സവാള, ആവശ്യമുണ്ടെങ്കിൽ ഒരു പച്ചമുളക്, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി. ഇത്രയാണ് ഞാൻ എടുത്തത്. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി നമ്മളിങ്ങനെ കുനുകുനാ അരിഞ്ഞെടുക്കുക. പറിച്ചിടാം. വാഴ 5 ബ്രെഡ്. ഇനി ഈ ബ്രെഡ് ഞാൻ എന്താ ചെയ്യും, 2 ബ്രെഡ് എടുത്ത് കൊടുക്കാം. ഞാനൊരു 7 ബ്രെഡ് എടുക്കുന്നുണ്ട്. ഇത്ര മസാല റെഡിയാകും. നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ എനിക്ക് ബ്രെഡ് അധികം അങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ ബ്രെഡ് ഇങ്ങനെ എക്സ്പയറി ഡേറ്റ് നമ്മൾ കഴിയാറാകുന്നതിന് ഒരു 2 ദിവസം മുന്നേക്കാന്നല്ലോ ഇതെടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലും പ്രയോഗിക്കണമല്ലോ. ആ സമയത്താണ് ഞാൻ ഈ ബ്രെഡിനെ ഇങ്ങനെ എടുത്ത് പല രീതിയിൽ ഇങ്ങനെ ജാമും അതും ഇതുമൊക്കെ തേച്ചിട്ട് പല ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസൊക്കെ നോക്കിയിട്ട് ഇതിനെ പല രൂപത്തിലും ഭാവത്തിലും ഞാൻ കഴിച്ചു തീർക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥിരമായിട്ട് എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു എല്ലാ പരിപാടികളും നടക്കുന്നത്. എനിക്ക് ചപ്പാത്തി, നമ്മുടെ ഈ ബ്രെഡ്, ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇങ്ങനത്തെ ഒരു പെട്ടെന്നുള്ള മൊമെൻറ്റിൽ കഴിക്കാനാണ് കേട്ടോ ഒരുപാട് ഇഷ്ടം. അങ്ങനെ നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം വൈൻഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മൾ ബ്രെഡ് ഇതുപോലെ പിച്ച് പറിച്ചിട്ടതിന് ശേഷം പിന്നെ നമുക്ക് മുട്ട 2 പൊട്ടിച്ചൊഴിച്ച് അത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഈ 3 പൊടികളാണ് ചേർക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ കുത്തി പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് കൊത്ത് ഇവിടെ റെഡിയാണ്. നമുക്ക് ആദ്യം കൊടുത്തു നോക്കാമേ. സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ. ടേസ്റ്റ് ചെയ്ത് ഇവിടെ എങ്ങനെയാണെന്ന് പറയണേ. കഴിച്ചിട്ട് പറ. മാറക നല്ല ടേസ്റ്റ് അല്ലെന്ന് പറയണേ. കൊള്ളാവോ? മോന്തിരിക്കുന്ന നോക്ക്. എന്തോ ഉണ്ടാക്കി കൊടുത്താലും ഇങ്ങനെ കൊള്ളാവോന്ന് പറ. ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? അവനത് ഇതൊന്നും ഇഷ്ടമല്ല. നിനക്കാ ഉണ്ടാക്കിയത്. കഴിക്കും. ഒരു സ്പൂൺ കഴിക്കാൻ പറ്റൂല. ഞാൻ അഞ്ചേനെ കൊണ്ട് അടിച്ചു വേണം ഇത് പൊടിപ്പിക്കാൻ. അടിപൊളി സാധനം, സൂപ്പർ. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അല്ലേടാ ഇങ്ങോട്ട് വന്നേ. ടേസ്റ്റ് ചെയ്ത് നോക്കണേ. സത്യസന്ധമായിട്ടുള്ളത് പറയണം. കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് പറ. 2 സ്പൂൺ കഴിച്ചിട്ടാ പറഞ്ഞേ. ഇത് ഒരു കട്ടനും ഉണ്ടെങ്കിൽ എന്റെ മോനെ പൊളിയും. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.